ഹായ്, എല്ലാവർക്കും ഗാലറി വേൾഡിൻ്റെ വിഷ്ണുശാലിനിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ ഇന്ന് പറഞ്ഞ സമയത്ത് തന്നെ ഹോട്ടൽ ഉദ്ഘാടനം ചെയ്തിരിക്കുമെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്? ഇന്ദ്രനോ ചന്ദ്രനോ ആര് വിചാരിച്ചാലും നടക്കില്ല, വെറുതെ വെയിൽ കൊള്ളേണ്ട കൊച്ചെന്നും പറഞ്ഞ് ചന്ദ്രബോസ് കളിയാക്കുകയാണ്. അന്നേരം ഞാനൊത്തിരി വെയിൽ കൊണ്ട് നോക്കട്ടെ എന്നിങ്ങനെ പറയുമ്പോൾ എന്നും പറഞ്ഞങ്ങ് കളിയാക്കുകയാണ് ചന്ദ്രബോസും. തുടർന്ന് ശാലിനി സത്യഭാമയോട് പറയുകയാണ്, സത്യാമ്മയെ ഞാൻ ലൈസൻസും കൊണ്ടേ മടങ്ങി വരുമെന്ന്. തുടർന്ന് വിഷ്ണുവേട്ടാന്ന് വിളിക്കുമ്പോൾ എടോ താൻ എങ്ങനെ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ മടങ്ങി വരും, അതും കൊണ്ടേ വരൂ എന്ന് പറഞ്ഞ് ശാലിനി അവിടെ നിന്നും ഇറങ്ങുകയാണ്. തുടർന്ന് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ചെന്ന് ചന്ദ്രബോസ് പറയുന്നുണ്ട്, ഞങ്ങളുടെ കൊച്ചവിടെ ജയിലിൽ കിടക്കുമ്പോൾ നീ ഇങ്ങനെ ഹോട്ടൽ മുതലാളിയായിട്ട് വിലസുകയൊന്നും വേണ്ട. ഇവിടെ ഹോട്ടലിൽ നല്ല ഒരു കോപ്പ് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നില്ല, നിനക്കിട്ട് വെച്ച പണി തന്നെയാണിത്. പിന്നെ എന്തെങ്കിലുമൊക്കെ നീ ചുമടുകാരനും ബറോട്ട അടിപ്പുകാരനും ഒക്കെ ആയിട്ടങ്ങ് നടന്നാൽ മതി. പിന്നെ എന്തെങ്കിലുമൊക്കെ നടക്കാൻ പോകുന്നത് അങ്ങ് ജയിലിലാണ്, സെൻട്രൽ ജയിലിൽ എന്നിങ്ങനെ വിഷ്ണുവിനെ നോക്കി പറയുമ്പോൾ വിഷ്ണു ഇങ്ങനെ ദേഷ്യത്തോടു കൂടി തന്നെ ചന്ദ്രബോസിനെ നോക്കി അങ്ങ് ദഹിപ്പിക്കുകയാണ്. തുടർന്ന് കാണിക്കുന്നത് സെൻട്രൽ ജയിലിലാണ്. സുസ്മിതയ്ക്കാണെങ്കിൽ പരോളൊക്കെ കിട്ടിയിരിക്കുകയാണ്. സുസ്മിത പഴയ ചുരിദാർ വേഷമൊക്കെ, ജയിൽ പുള്ളിയുടെ വേഷമൊക്കെ കളഞ്ഞ് പുതിയ വേഷമൊക്കെ ഇട്ടുകൊണ്ട് ലിഡിയ പോളിൻ്റെ ക്യാബിൽ നിന്ന് ഒപ്പിടുകയാണ്. തുടർന്ന് ലിഡിയ പോൾ ചോദിക്കുന്നുണ്ട്, നിനക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ കിട്ടി ബോധിച്ചല്ലോ? അന്നേരം കിട്ടിയെന്ന് പറയുമ്പോൾ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപാടൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഇടപാടൊക്കെ ഉണ്ട്, നിങ്ങൾ എന്നെ ഇവിടെ ഇട്ട് തടവുപുള്ളികളെ കൊണ്ടൊക്കെ കൂട്ടമണി അടിച്ചതല്ലേ, അതിൻ്റെ ഒരു കണക്കുണ്ട് എന്ന് പറയുമ്പോൾ അത് നീ ചെയ്ത പുണ്യപ്രവർത്തികളുടെ കൂലിയായിട്ട് അങ്ങ് കരുതിയാൽ മതി. ഒരു കുഞ്ഞിനോടൊക്കെ ഇങ്ങനെ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാലെന്നും പറഞ്ഞ് ലിഡിയ പോൾ ചോദിക്കുമ്പോൾ എൻ്റെ അമ്മയുടെ അക്കൗണ്ടിൽ നിന്ന് ലക്ഷങ്ങൾ അങ്ങോട്ട് ലിഡിയ പോളിൻ്റെ അക്കൗണ്ടിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ മനസാക്ഷിയൊക്കെ മരത്തിൻ്റെ ചുവട്ടിൽ ഒളിച്ചിരിക്കുകയായിരിക്കുമെന്ന് ചോദിക്കുകയാണ്. എനിക്ക് ഇങ്ങോട്ട് തന്ന കണക്കുകളൊക്കെ ഞാൻ പാഴ്സലായിട്ട് വീട്ടിൽ കൊണ്ടുതരും, ഞാനൊന്നും മറക്കുന്ന സ്വഭാവക്കാരിയല്ലെന്ന് നിങ്ങൾക്ക് അറിയാമല്ലെന്നോ എന്നൊക്കെ പറഞ്ഞങ്ങ് ലിഡിയെ അങ്ങ് വരട്ടുകയാണ് സുസ്മിത. അങ്ങനെ നീ ആരടി കൊട്ടേഷൻ കാര്യമൊന്നും പറഞ്ഞ് ലിഡിയ പോൾ അങ്ങ് ദേഷ്യത്തോടു കൂടി ചാടി എഴുന്നേക്കുകയാണ്. അന്നേരം എൻ്റെ കൊട്ടേഷൻ, എൻ്റെ കാര്യങ്ങൾ തീർക്കാൻ തന്നെ 24 മണിക്കൂർ എനിക്ക് തികയുന്നില്ല, പിന്നെ അല്ലേ പുറത്തു നിന്നുള്ള കൊട്ടേഷൻ എടുക്കുന്നത്? എന്തായാലും എൻ്റെ കണക്കിൽ ഞാനതങ്ങ് വരവ് വെച്ചിരിക്കുന്നു. പിന്നെ തടവുപുള്ളിയെ കൊണ്ട് അടുപ്പിച്ചതൊക്കെ അത് ഞാനും സത്യഭാമയും തമ്മിലുള്ള കണക്കാണ്, അതിൽ നിങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല എന്നൊക്കെ പറയുകയാണ്. തുടർന്ന് ലിഡിയ പോൾ പറയുന്നുണ്ട്, നിൻ്റെ അമ്മയ്ക്ക് പണവും സ്വാധീനവും ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് പരോൾ അനുവദിച്ചത്, പിന്നെ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞാൽ നിനക്ക് കൊള്ളാമെന്ന് പറയുകയാണ്. അന്നേരം എൻ്റെ അമ്മയുടെ പണവും സ്വാധീനമൊന്നും ഒരിക്കലും അവസാനിക്കാൻ പോണില്ല, അതൊരു അക്ഷയപാത്രം തന്നെയാണ്. പിന്നെ അടങ്ങി ഒതുങ്ങി കഴിയുന്ന കാര്യം, ഞാനൊക്കെ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും പണി വേണ്ടേ? അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരിക തന്നെ ചെയ്യും. പക്ഷേ ഞാൻ ഇങ്ങനെ വരുമ്പോൾ ഈ കസേരയിൽ നിങ്ങൾ ഉണ്ടാകും എന്നുള്ളതിന് എന്താണ് ഉറപ്പ് ലിഡിയ പോൾ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം ദേഷ്യം കൊണ്ടങ്ങ് തിളച്ച് നിൽക്കുകയാണ് ലിഡിയ, പക്ഷെ ഒന്നും പറയുന്നില്ല. തുടർന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് സുസ്മിത അവിടെ നിന്നും ഇറങ്ങുകയാണ്. തുടർന്ന് കാണിക്കുന്നത് ശാലിനിയാണെങ്കിൽ അത് ലൈസൻസ് എടുക്കുന്ന മുനിസിപ്പാലിറ്റിയോ പഞ്ചായത്തോ ഓഫീസിലേക്ക് എത്തുകയാണ്. അന്നേരം ഒരു ഉദ്യോഗസ്ഥ അവിടെ ഉണ്ട്. അന്നേരം എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ ലൈസൻസ് ക്യാൻസൽ ചെയ്യാനുള്ള കാര്യം ചോദിക്കുകയാണ്. അന്നേരം ലൈസൻസിന് അപേക്ഷിച്ചത് കുട്ടിയല്ലല്ലോ, ഇപ്പോൾ എല്ലാം ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കുന്നത്, അപ്പോൾ ലൈസൻസിക്ക് അത് ക്യാൻസൽ ചെയ്യാനുള്ള അവകാശവുമുണ്ട്. അതിലെന്തായാലും കാരണം പറഞ്ഞിട്ടുണ്ട്. ഇനി പുതിയതായിട്ട് അപേക്ഷിക്കണമെന്നൊക്കെ പറയുമ്പോൾ അതിന് ഉദ്ഘാടന വേദിയും എല്ലാം ഒരുങ്ങി കഴിഞ്ഞു, ഇന്നാണ് ഉദ്ഘാടനം. അതൊക്കെ അപ്ലൈ ചെയ്ത് വരുമ്പോൾ ഒരുപാട് സമയമെടുക്കും. ലൈസൻസോട് കൂടിയുള്ള സ്ഥാപനമല്ലേ നമ്മൾ വാങ്ങിച്ച എന്ന് പറയുമ്പോൾ അവിടെയാണ് പ്രശ്നം വരുന്നത്. മുമ്പ് ശ്രീനിവാസൻ എന്നയാളുടെ പേരിലായിരുന്നു ലൈസൻസ് ഉണ്ടായിരുന്നത്, ഇപ്പോൾ അത് വിഷ്ണുവിൻ്റെ പേരിലേക്ക് ആണ് മാറ്റേണ്ടിയിരുന്നതെന്ന് പറയുമ്പോൾ വിഷ്ണുവിൻ്റെ പേരിലേക്ക് മാറ്റാനുള്ള എല്ലാ നടപടികളും അയാൾ തന്നെയാണ് ചെയ്തതെന്ന് പറയുമ്പോൾ അവിടെയാണ് പ്രശ്നം വരുന്നത്. വിഷ്ണുവിൻ്റെ പേരിലേക്ക് ലൈസൻസ് മാറ്റാനായിട്ട് സാധിക്കില്ല. ഒരു 5 സ്റ്റാർ ഹോട്ടൽ നടത്താനായിട്ട് 13 രേഖകളാണ് വേണ്ടത്, അതിൽ 12 രേഖകളും ക്ലിയർ ആണ്. പക്ഷേ 13ാമത്തെ രേഖയിൽ പോലീസ് ക്ലിയറൻസ് വേണം. ഒന്നിലധികം ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഇയാൾക്ക് ബാർ ലൈസൻസ് അടക്കം ഒരു ഹോട്ടലിൻ്റെ ലൈസൻസ് നൽകുമ്പോൾ നമുക്ക് നോക്കി നിൽക്കാനായിട്ട് സാധിക്കില്ല, അതുകൊണ്ട് റദ്ദ് ചെയ്തേ മതിയാകൂ. അതുകൊണ്ട് വിഷ്ണുവിൻ്റെ പേരിൽ ഇതിന് ലൈസൻസ് അനുവദിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ശാലിനി അങ്ങ് ആകെ തകരുകയാണ്. എന്ത് ചെയ്യുമെന്നറിയാതെ ഒരു നിമിഷം ശാലിനി അങ്ങ് ആലോചിച്ചിരിക്കുകയാണ്. തുടർന്ന് കുട്ടി ഇനി ഇവിടെ ഇരിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് 2 പേർക്കും അത് സമയം മെനക്കെടുത്താറാണ്, പൊയ്ക്കോളൂ എന്ന് പറയുകയാണ്. തുടർന്ന് ശാലിനി വിഷമത്തോടെ എഴുന്നേറ്റ് അങ്ങ് തിരിയുമ്പോഴാണ് ശാലിനി ആലോചിക്കുന്നത്, ലൈസൻസും കൊണ്ട് ഞാൻ തിരിച്ചു വരുമെന്ന് സത്യഭാമയോടും വിഷ്ണുവിനോടും പറഞ്ഞതും ചന്ദ്രബോസിനെ വെല്ലുവിളിച്ചതുമൊക്കെ. തുടർന്ന് ഒരു നിമിഷം തിരിഞ്ഞിട്ട് ശാലിനി ചോദിക്കുന്നുണ്ട്, മാഡം എൻ്റെ പേരിൽ ലൈസൻസ് അനുവദിച്ചുകൂടെ? ഈ പറഞ്ഞ വിഷ്ണുവിൻ്റെ ഭാര്യയാണ് ഞാൻ എന്ന് പറയുമ്പോൾ വിഷ്ണുവിന് പിന്നെ അഭിപ്രായ വ്യത്യാസമൊന്നും ഇല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ വിഷ്ണുവേട്ടന് ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല, മാഡത്തിന് വേണമെങ്കിൽ ഫോണിൽ വിളിച്ച് ചോദിക്കാം,
ചോദിക്കാം. പിന്നെ ഈ സ്ഥലം CA ചന്ദ്രബോസിന് വിഷ്ണുവേട്ടനോട് വ്യക്തി വൈരാഗ്യമുണ്ട്, അതുകൊണ്ടാണ് പോലീസ് ക്ലിയറൻസിൽ അങ്ങനെ ക്രിമിനലായിട്ട് കൊടുത്തത് എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ കുട്ടിക്കും ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണ്ടി വരും. അതും ഈ സ്റ്റേഷനിൽ നിന്നല്ലേ കൊടുക്കേണ്ടി വരുന്നത്. അപ്പോൾ അതിനൊക്കെ കുറച്ച് സമയമെടുക്കും. ഇന്ന് എന്തായാലും ഉദ്ഘാടനമൊന്നും നടത്താൻ പറ്റില്ല എന്ന് ആ ഉദ്യോഗസ്ഥർ തീർത്ത് പറയുകയാണ്. അന്നേരവും ശാലിനി അങ്ങ് വിഷമിക്കുന്നുണ്ട്. ഇതേസമയം സുസ്മിത ജയിലിൽ നിന്ന് ഇറങ്ങുകയാണ്. അവിടെ ഗേറ്റിൽ നിൽക്കുന്ന പറവുകാരനോട് ഗുഡ് മോർണിംഗ് അങ്കിളെ എന്നൊക്കെ പറയുകയാണ്. അന്നേരം മോളെ വിട്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം വിട്ടങ്കിളെ, എനിക്ക് ഈ സ്ഥലം അങ്ങ് ഒരുപാട് ഇഷ്ടപ്പെട്ടതാണ്, പക്ഷേ എന്ത് ചെയ്യാൻ, വിട്ടാൽ പിന്നെ പോയല്ലേ പറ്റുള്ളൂ. ഞാൻ എന്തായാലും നിങ്ങളെ ഞാൻ ഒരുപാട് മിസ് ചെയ്യും, ഇടയ്ക്കിടയ്ക്ക് ഞാൻ വരാം അന്തേവാസി ആയിട്ട് എന്നൊക്കെ പറയുമ്പോൾ ആ പോലീസുകാരങ്ങ് മനസ്സിൽ വിചാരിക്കുകയാണ് ഇതെന്തോന്ന് സാധനമെന്ന്. തുടർന്ന് ഒരു കാറ് വന്ന് നിൽക്കുന്നുണ്ട്. സുസ്മിത അതിൽ കയറി പോവുകയാണ്. തുടർന്ന് ആ പോലീസുകാരൻ പറയുന്നുണ്ട് പോയത് ഭാഗ്യമായി, ഇല്ലെങ്കിൽ ഈ ജയിലങ്ങ് പൊളിച്ചടുക്കിയേനെന്ന്. തുടർന്ന് കാണിക്കുന്നത് ശാരദാമ്മ അമ്പലത്തിൽ നിന്നങ്ങ് തൊഴുത് പ്രാർത്ഥിക്കുകയാണ്. ചാരികയുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കാണിച്ചു തരണേ, ഇരുട്ടിൽ നിൽക്കുകയാണ്, എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തന്നെ എന്നൊക്കെ പ്രാർത്ഥിച്ച് ഇങ്ങനെ തിരിയുമ്പോൾ അവിടേക്ക് ശാലിനി വരികയാണ്. വളരെ സന്തോഷത്തിലാണ് ശാലിനി വരുന്നത്. മോൾ എന്താ ഇവിടെ, ഇന്ന് വിഷ്ണുവിൻ്റെ ഹോട്ടലിൽ ഉദ്ഘാടനം അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിൽ ചന്ദ്രബോസ് ഒരു കുരുക്കിട്ടു, അത് കുറേ പ്രശ്നങ്ങളുണ്ടായി എന്നൊക്കെ പറയുമ്പോൾ ശാരദാമ്മ കുറച്ച് വേവലാതിപ്പെടുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഞാൻ അഴിച്ചെടുത്തു, അപ്പോൾ ഇതിനായിട്ട് ഒരു നന്ദി പറയാൻ വേണ്ടി ഭഗവാനോട് നന്ദി പറയാൻ വന്നതാണെന്ന് പറയുമ്പോൾ അതൊക്കെ ഒരു വാത്സല്യത്തിന് പുറത്ത് വരുന്നതാണെന്നൊക്കെ പറയാം. വാത്സല്യമോ എന്നൊക്കെ ചോദിക്കുകയാണ്. തുടർന്ന് അവിടെ പറയുന്നത് കേരളത്തിൽ പുതിയതായിട്ട് ആരംഭിക്കുന്ന വാത്സല്യം സീരിയലിൻ്റെ ഒരു പ്രൊമോഷനാണ് പറയുന്നത്. 8:30 മണിക്ക് എന്നൊക്കെ പറഞ്ഞ് അമ്മയും മകളും തമ്മിലുള്ള സ്നേഹബന്ധം എന്നൊക്കെ പറഞ്ഞ് അവർ സംസാരിക്കുന്നുണ്ട്. തുടർന്ന് പിന്നെ ശാലിനിയാണെങ്കിൽ അങ്ങ് തൊഴുവാനായിട്ട് പോകുന്നുണ്ട്. ഇതേസമയം ചന്ദ്രബോസും വിഷ്ണുവും സത്യഭാമയും എല്ലാവരും ശാലിനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അന്നേരം ഉദ്യോഗസ്ഥർ ചന്ദ്രബോസിനോട് പറയുന്നുണ്ട് നമുക്കങ്ങ് പോയാലോ എന്ന്. അന്നേരം അങ്ങനെ പോകാനായിട്ട് പറ്റില്ല, ലൈസൻസിനായിട്ട് ആ ശാലിനിയാണ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്, അവൾ ഇറങ്ങിയാൽ എന്തെങ്കിലുമൊക്കെ നടക്കും എന്നൊക്കെ പറയുമ്പോൾ അതിനുള്ള പിടിവള്ളി സാറിൻ്റെ കയ്യിലല്ലേ ഇരിക്കുന്നത്, വെരിഫിക്കേഷൻ കൊടുക്കേണ്ടത് സാറല്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് തന്നെയാണ് എൻ്റെയും പിടിവള്ളി, പക്ഷേ അവൾ നാണം കെട്ട് തോറ്റ് വരുന്നത് എനിക്കൊന്ന് കാണുക തന്നെ ചെയ്യണം, അതിന് അവൾക്ക് ഇവിടെ ഒരു സ്വീകരണം ഒരുക്കണ്ടേ, നല്ലൊരു സീനറി കൂടി അവൾക്ക് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചുറ്റും നോക്കി. അന്നേരം അവിടെ ചെടിച്ചട്ടിയൊക്കെ വെച്ചിരിക്കുന്നത് അവൻ്റെ ഒരു ചെടിച്ചട്ടി എന്നും പറഞ്ഞ് ഒരെണ്ണം അങ്ങോട്ട് തട്ടി മറിക്കുന്നുണ്ട്. അന്നേരം അകത്ത് നിൽക്കുന്ന വിഷ്ണുവിന് ദേഷ്യം വരികയാണ്. ഡാ എന്നും പറഞ്ഞ് ഇങ്ങനെ വിഷ്ണു ഇറങ്ങാനായിട്ട് പോകുമ്പോൾ അയാൾ എന്തോ കാണിക്കട്ടെ എന്ന് പറഞ്ഞ് സത്യഭാമ തടുത്ത് നിർത്തുകയാണ്. അന്നേരം ഞാൻ എന്തോ ചെയ്യുന്നത് നിനക്ക് കാണണമല്ലേടാന്നും പറഞ്ഞ് വിഷ്ണുവിൻ്റെ മുഖത്ത് നോക്കിയിട്ട് വീണ്ടും 1-2 കൂടി തട്ടി എറിയുകയാണ്. തുടർന്ന് ഹേ മിസ്റ്റർ എന്നും പറഞ്ഞ് അർജുൻ വരികയാണ്. നിങ്ങൾ ഈ കാണിക്കുന്നത് നിയമലംഘനമാണ് എന്ന് അർജുൻ പറയുമ്പോൾ ലൈസൻസ് ഇല്ലാതെ ഹോട്ടൽ നടത്താൻ നോക്കിയിട്ട് നിയമലംഘനത്തിൻ്റെ വാദം പറയുന്നു വക്കീലെ എന്നും പറയുമ്പോൾ അർജുൻ അവിടെ ഉത്തരവില്ലാതെ നിൽക്കുകയാണ്. നിയമലംഘനമാണെങ്കിൽ നീ കൊണ്ടുപോയി കേസ് കൊടുക്കടാ, ഞാൻ പറയേണ്ടടുത്തൊക്കെ മറുപടി പറഞ്ഞോളാം എന്നും പറഞ്ഞിട്ട് അർജുൻ്റെ ഷോൾഡറിന് ഇങ്ങനെ ഒരു തള്ളിയിട്ട് അകത്തേക്ക് കയറുകയാണ്. ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് കാണിച്ചു തരാൻ എന്ന് പറഞ്ഞിട്ട് ആ വിളക്കിലെ ഉദ്ഘാടനത്തിന് കത്തിക്കാനായിട്ട് വെച്ചിരിക്കുന്ന ആ വലിയ വിളക്കിൻ്റെ പൂമാലയൊക്കെ ഇങ്ങനെ എടുത്തെറിയാനായിട്ട് അതിലേക്ക് പിടിക്കാൻ തുടങ്ങുകയാണ്. അന്നേരം വിഷ്ണു ഇങ്ങനെ ദേഷ്യത്തോടെ വരാൻ ശ്രമിക്കുമ്പോൾ സത്യഭാമ തടുത്ത് നിർത്തുകയാണ്. അന്നേരം ആ സെക്കൻഡിൽ ശാലിനി വരുന്നുണ്ട്. തൊട്ടു പോകരുത് എന്നും പറഞ്ഞ് ശാലിനി ഇവിടേക്ക് വരികയാണ്. അന്നേരം എല്ലാവരുടെയും ശ്രദ്ധ അങ്ങ് ശാലിനിയിലേക്ക് തിരിയുന്നുണ്ട്. ലൈസൻസ് ഇല്ലാത്ത ഹോട്ടൽ അതല്ലേ നിങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് കയ്യിലിരിക്കുന്ന പേപ്പർ വായിച്ചു നോക്കെന്ന് പറഞ്ഞ് ചന്ദ്രബോസിന് നേരെ ഇങ്ങനെ നീട്ടുകയാണ്. ദേഷ്യത്തോടു കൂടി അത് വാങ്ങിച്ചിട്ട് ആ ഉദ്യോഗസ്ഥൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് വായിച്ചു നോക്കടോ എന്ന് ചന്ദ്രബോസ് പറയുകയാണ്. തുടർന്ന് എന്താടോ എന്ന് ചന്ദ്രബോസ് ഉദ്യോഗസ്ഥനോട് ചോദിക്കുമ്പോൾ അവൾ തന്നെ ജയിച്ചു സാറേ, ഇത് ഹോട്ടൽ നടത്തിക്കാനുള്ള ലൈസൻസ് ആണെന്ന് പറയുമ്പോൾ ചന്ദ്രബോസും വായിച്ചു നോക്കുന്നുണ്ട്. ഇത് അവൻ്റെ പേരിലല്ലല്ലോ എന്ന് പറയുമ്പോൾ ലൈസൻസ് ആരുടെ പേരിലായാലും ഹോട്ടൽ നടത്തിക്കാനുള്ള അവകാശമുണ്ട് എന്ന് പറയുമ്പോൾ എന്നും പറഞ്ഞ് ചന്ദ്രബോസ് ആകെ ദേഷ്യത്തിൽ നിൽക്കുകയാണ്. അന്നേരം ചുറ്റും നിൽക്കുന്ന ബാക്കി ആർക്കും കാര്യം മനസ്സിലാവുന്നില്ല. തുടർന്ന് ആദ്യം ഇങ്ങോട്ട് തരണം സാറേ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രബോസിൻ്റെ കയ്യിൽ നിന്ന് ബലമായിട്ട് ശാലിനി അതങ്ങ് പിടിച്ചു വാങ്ങുകയാണ്. പിന്നെ പോലീസ് വെരിഫിക്കേഷൻ, അത് CIയുടെ ഓഫീസിൽ നിന്നല്ല, അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിൽ നിന്ന്, അത് നിങ്ങളുടെ മെയിലിൽ എത്തിയിട്ടുണ്ടോ ഒന്ന് ചെക്ക് ചെയ്യണമെന്നൊക്കെ വിജയിച്ച ഭാവത്ത് വിജയോടുകൂടി ഇങ്ങനെ ശാലിനി നിന്ന് പറയുമ്പോഴും ഒരു ശ്രീരഞ്ജിനി അവളെ എൻ്റെ കയ്യിൽ കിട്ടുമെന്നിങ്ങനെ മനസ്സിൽ കരുതുകയാണ് ചന്ദ്രബോസ്. തുടർന്ന് ആകെ ദേഷ്യം വരുന്ന ചന്ദ്രബോസ് വാടോ എന്നും പറഞ്ഞ് അവരെയും വിളിച്ചുകൊണ്ട് ഇറങ്ങുകയാണ്. തുടർന്ന് ജീപ്പിലേക്ക് കയറാൻ പോകുമ്പോൾ ഒന്ന് നിൽക്കണം സാർ എന്നും പറഞ്ഞ് ശാലിനി വീണ്ടും പുറകെ ചെല്ലുകയാണ്. അന്നേരം എന്താടി എന്നിങ്ങനെ ദേഷ്യത്തോട് ചോദിക്കുമ്പോൾ എടി പൊടി എന്നുള്ള വിളിയൊക്കെ നിർത്തണമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ എങ്കിൽ തമ്പുരാട്ടി പറയണം, അടിയും കേട്ടോളാം എന്നിങ്ങനെ കുനിഞ്ഞു നിന്ന് ചന്ദ്രബോസ് കളിയാക്കുകയാണ് ശാലിനിയെ.
കരിമ്പിൻ തോട്ടത്തിൽ ആന കയറിയതുപോലെ സാർ ഇവിടെ എന്തൊക്കെ കാണിച്ചു കൂട്ടിയല്ലോ, അതൊന്ന് നേരെയാക്കണമെന്ന് പറയുമ്പോൾ മനസ്സിലായില്ല എന്ന് പറയുകയാണ്. അന്നേരം സാർ ഇവിടെ തട്ടി മറിച്ചിട്ട് അതൊക്കെ അടുക്കി പറക്കി വെച്ചിട്ട് പോകണം എന്ന് പറയുകയാണ്. ഇല്ലെങ്കിൽ നീ എന്തോ ചെയ്യും? ഒരു അസിസ്റ്റന്റ് കമ്മീഷണർ കക്ഷത്തിലുണ്ട് എന്ന് കരുതി അധികം ഒന്നും നെകളിക്കണ്ട, പിന്നെ തുറപ്പിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് അടപ്പിക്കുന്നത്, അത് ഞാൻ ചെയ്യിച്ചോളാം എന്നൊക്കെ പറയുമ്പോൾ അതെന്തോ ആയിക്കൊള്ളട്ടെ, പക്ഷേ ഇതൊക്കെ ഒന്ന് നേരെയാക്കി വെച്ചിട്ട് പോയാൽ മതി എന്ന് ശാലിനി വീണ്ടും പറയുകയാണ്. അന്നേരം വിഷ്ണുവും അർജുനും ഒക്കെ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. വിഷ്ണുവിൻ്റെ ഭാവമൊക്കെ അങ്ങ് മാറുകയാണ്. അന്നേരം അല്ലെങ്കിൽ നീ എന്തോ ചെയ്യും എന്നിങ്ങനെ തിരിച്ച് ചന്ദ്രബോസ് അല്ലെങ്കിൽ വേറെ ഒന്നുകൂടി ജനിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രബോസ് വീണ്ടും ആ ജീപ്പിലേക്ക് കയറാൻ പോവുകയാണ്. പക്ഷേ വിഷ്ണു ആണെങ്കിൽ തടുക്കുകയാണ്. ആ ഡോർ അങ്ങ് വലിച്ചങ്ങ് അടച്ചിട്ട് ഡോറിന് കുറുകെ നിൽക്കുകയാണ്. അന്നേരം നേരെയാക്കി വെച്ചിട്ട് പോണം സാർ എന്നിങ്ങനെ വിഷ്ണു പറയുമ്പോൾ അല്ലെങ്കിൽ നീ എന്നെ തല്ലുകൂടാന്ന് ചോദിക്കുകയാണ്. അന്നേരം വിഷ്ണു ഇങ്ങനെ കൈയൊക്കെ ചുരുട്ടിയിട്ട് അത് എന്നേക്കാൾ നന്നായിട്ട് സാറിനല്ലേ അറിയാവുന്നത് എന്നിങ്ങനെ ചിരിച്ച് വിഷ്ണു ഇങ്ങനെ പറയുമ്പോൾ ചന്ദ്രബോസ് ഒന്ന് പേടിക്കുകയാണ്. ജീവനക്കാരുടെയൊക്കെ മുമ്പിൽ വെച്ച് തല്ല് വാങ്ങിക്കുന്നത് വളരെ മോശമല്ലേ എന്ന് വിഷ്ണു ഇങ്ങനെ ചോദിക്കുകയാണ്. നേരെ ഞാൻ യൂണിഫോമിലാണെന്ന് പറയുമ്പോൾ അത് തന്നെയാണ് ചെറിയൊരു തടസ്സം. ഈ യൂണിഫോമിനെ ഞാൻ ഒരുപാട് ആദരിക്കുന്നുണ്ട്, അതുകൊണ്ട് പോക്കർത്തരം കാണിച്ചതിന് തല്ല് വാങ്ങിക്കുന്നതിന് യൂണിഫോം തൽക്കാലം സാറൊന്ന് അഴിച്ചു വെച്ചാൽ കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് വിഷ്ണുവിൻ്റെ ആ ഡയലോഗൊക്കെ കേൾക്കുമ്പോൾ ശാലിനിക്കും പിന്നെ അർജുനും രാഘവൻ നായർക്കും ഒക്കെ അങ്ങ് ചിരി വരികയാണ്. പക്ഷെ ആകെ പെട്ട് നിൽക്കുകയാണ് അവിടെ ചന്ദ്രബോസ്. ആ സമയത്ത് തന്നെ ശ്രീരഞ്ജിനി വണ്ടിയിൽ വന്ന് ഇറങ്ങിയാണ്. അന്നേരം ഈ പെണ്ണും പിള്ളയ്ക്കെന്നും പറഞ്ഞ് കടിച്ചു പിടിക്കുകയാണ് ചന്ദ്രബോസ്. അന്നേരം വന്നല്ലോ എന്നിങ്ങനെ വിഷ്ണു അങ്ങനെ കാറിൽ ഇങ്ങനെ പോലീസ് വണ്ടിയിൽ ഇങ്ങനെ ചാരി എന്ന് പറയുകയാണ്. തുടർന്ന് സത്യഭാമയ്ക്കും ശ്യാമയ്ക്കും രാഘവൻ നായർക്കും അർജുനും എല്ലാവർക്കും സന്തോഷമാകുകയാണ്. അന്നേരം എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കുകയാണ് ശ്രീരഞ്ജിനി വന്നിട്ട്. അന്നേരം ഈ ഹോട്ടലിലെ ലൈസൻസിൽ ചെറിയൊരു പ്രശ്നം എന്ന് പറയുമ്പോൾ അത് ഇതുവരെ കഴിഞ്ഞില്ലേ ചോദിക്കുകയാണ്. അന്നേരം കഴിഞ്ഞു മാഡം എന്നിങ്ങനെ സല്യൂട്ട് ചെയ്തുകൊണ്ട് ചന്ദ്രബോസ് പറയുകയാണ്. പക്ഷേ അന്നേരം ശാലിനി പറയുന്നുണ്ട്, പക്ഷേ ഞങ്ങൾക്കൊരു ചെറിയ പ്രശ്നമുണ്ടെന്ന്. ഹോട്ടലിന് ലൈസൻസ് ഇല്ലാന്നും പറഞ്ഞ് ഈ സാർ ഇവിടെ വന്ന് കാണിച്ച കോലാഹലങ്ങളാണ് ഇതൊക്കെ ഇവിടെ തട്ടിമറിച്ചിട്ടിരിക്കുന്നത്, അന്ന് നേരെയാക്കി വെക്കാൻ പറഞ്ഞപ്പോൾ സാറിന് മനസ്സില്ല എന്നേ പറയുന്നു എന്ന് ശാലിനി പറയുകയാണ്. നേരെ എന്താ ചന്ദ്രബോസിനെ ചോദിക്കുമ്പോൾ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞത് ശരി തന്നെയാണ്, ഈ യൂണിഫോം ഇട്ടുകൊണ്ട് വല്ലവർക്കും വേണ്ടി വിടുപണി ചെയ്യാനായിട്ട് എനിക്ക് പറ്റില്ല എന്ന് പറയുമ്പോൾ പോക്കൃതരം കാണിച്ചിട്ട് നിന്ന് ന്യായം പറയുന്നു എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഹോട്ടലിന് ലൈസൻസ് ഇല്ലെങ്കിൽ തുറന്നു വച്ചിരിക്കുകയാണെങ്കിൽ അത് പൂട്ടിക്കാം, അല്ലെങ്കിൽ തുറക്കാൻ പോവുകയാണെങ്കിൽ തുറക്കാൻ സമ്മതിക്കാതിരിക്കുക, ഇത്രയാണ് ചെയ്യേണ്ടത്. അല്ലാതെ അവിടുത്തെ സാധനങ്ങളൊന്നും നശിപ്പിക്കാനുള്ളതൊന്നും പോലീസിന് അവകാശമില്ല എന്ന് പറയുമ്പോൾ ഞാൻ എന്ത് വേണമെന്നാണ് മാഡം പറയുന്നത് എന്നിങ്ങനെ ചന്ദ്രബോസ് ചോദിക്കുകയാണ്. അന്നേരം ഈ തട്ടിമറിച്ച് ഇട്ടിരിക്കുന്നതൊക്കെ നേരെയാക്കി വെച്ചിട്ട് പോകണം എന്നിങ്ങനെ പറയുമ്പോൾ ആകെ അങ്ങ് അപമാനത്തിനായിട്ട് ചന്ദ്രബോസ് നിൽക്കുകയാണ്. അന്നേരം ശാലിനിയും വിഷ്ണുവും അർജുനും ശ്യാമയും സത്യഭാമയും രാഘവൻ നായരും ഒക്കെ അങ്ങ് അടക്കി ചിരിക്കുകയാണ്. ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട്. അപ്പോൾ ലൈസൻസ് എന്തായാലും കിട്ടി ഹോട്ടൽ പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ചന്ദ്രബോസ് അതെല്ലാം നേരെയാക്കി വെച്ചിട്ട് വീണ്ടും അവിടെ നിന്ന് മാനം കെട്ട് ഇറങ്ങിപ്പോവുകയും ചെയ്യും. ഇത്രയുമാണ് പുതിയ എപ്പിസോഡ്. ഓക്കെ, താങ്ക് യു.